നമസ്കാരം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്താത്തതിന് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്രം അനുവദിച്ച തുക ചെലവഴിക്കുന്നതിൽ കൃത്യമായ മറുപടി നൽകാത്തതിലാണ് വിമർശനം. കേന്ദ്ര സർക്കാർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണോ എന്ന് കോടതി ചോദിച്ചു. വലിയ സമ്മർദ്ദവും പ്രതിഷേധവും ഉണ്ടായപ്പോഴായിരുന്നു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 520 കോടി രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 16 പദ്ധതികൾക്കാണ് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചത്. പണം മാർച്ച് 31-നകം ചെലവഴിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയത്. ഈ തുക മാർച്ച് 31-നകം പുനരധിവാസം നടത്തുന്ന ഏജൻസികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയാൽ മതിയോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നായിരുന്നു കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഡിസംബർ 31 വരെ സമയം നീട്ടി എന്നാണ് കേന്ദ്രം കോടതിയിൽ വിശദീകരിച്ചത്. ഈ തുക പുനരധിവാസം നടത്തുന്ന ഏജൻസികളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയാൽ മതിയോ എന്നായിരുന്നു കോടതിക്ക് അറിയേണ്ടിയിരുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതോടെയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പോലും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. കൃത്യമായ ഉത്തരം നൽകാൻ ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ അവരെ കൊച്ചിയിൽ എത്തിക്കാൻ അറിയാമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. വെറുതെ കോടതിയുടെ സമയം കളയരുതെന്നും കോടതി പറഞ്ഞു. അടുത്ത ബുധനാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതി കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഉപാധി എന്നതിനെക്കുറിച്ച് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥർ കോടതിയുടെ മുകളിലാണെന്നാണോ കരുതുന്നതെന്ന് കോടതി ചോദിച്ചു. ഇത്തരം പ്രവണത തുടരുകയാണെങ്കിൽ ഡൽഹിയിലുള്ള ആ ഉദ്യോഗസ്ഥനെ അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സമയപരിമിതി നീട്ടിയതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അതേസമയം ബാങ്ക് ഓഫ് ബറോഡ വായ്പ തിരിച്ചുപിടിക്കൽ നടപടി ആരംഭിച്ചെന്ന വാർത്തകൾ വരുന്നുണ്ടെന്നും അതിൽ കേന്ദ്രം മറുപടി നൽകണമെന്നും കോടതി പറഞ്ഞു. വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞു. 2025 മാർച്ച് 31-നകം വായ്പ വിനിയോഗിക്കണമെന്നായിരുന്നു കേന്ദ്രം ആദ്യം നിർദ്ദേശം നൽകിയത്. എന്നാൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അപ്രായോഗികമാണെന്ന് കോടതി പറഞ്ഞു. ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളണമെന്ന ആവശ്യവും കോടതി മുന്നോട്ട് വെച്ചു. 529.50 കോടി രൂപയാണ് വായ്പാ ഇനത്തിൽ കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത്. 16 പദ്ധതികൾക്കായാണ് കേന്ദ്രം വായ്പ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിക്കായി കണ്ടെത്തുന്ന ഭൂമിയിൽ പൊതുകെട്ടിടങ്ങൾ, റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് വായ്പാ തുക വിനിയോഗിക്കാൻ കഴിയുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി 2000 കോടിയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു. റിക്കവറി നടപടികൾ ഒഴിവാക്കണമെന്നും സംസ്ഥാനം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ബാങ്ക് ഓഫ് ബറോഡ വായ്പ തിരിച്ചുപിടിക്കൽ നടപടി ആരംഭിച്ചെന്ന വാർത്തകൾ വരുന്നുണ്ടെന്നും അതിൽ കേന്ദ്രം മറുപടി നൽകണമെന്നും കോടതി പറഞ്ഞു. വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞു.